Today we will discuss about operating system structure. There are different type of structures. First one is simple structure. It is very simple structure and it is used very beginning and oldest type of structure. There are several commercial systems that don't have a well-defined structure. Each layer has access to the bottom layer or hardware of the operating system. Interfaces and functions are not well separated and it is vulnerable to the failure of the system if the user programs fails, and it is not well protected and not efficient. Here we have an example, that is MS-DOS. അപ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഇത് സിമ്പിൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറോ അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സിമ്പിൾ സ്ട്രക്ചറിൽ ഇല്ല. ഏത് ലെയറിനും അതിൻ്റെ ബോട്ടം ലെയർ, അതായത് അതിൻ്റെ ഹാർഡ്വെയറുമായിട്ട് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു സിമ്പിൾ സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻ്റർഫേസസും ഫങ്ഷൻസൊന്നും വെൽ സെപ്പറേറ്റഡ് അല്ല, അതുപോലെ തന്നെ ഇത് വെൽ പ്രൊട്ടക്റ്റഡും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് എഫിഷ്യൻ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും യൂസർ പ്രോഗ്രാംസ്, ഏതെങ്കിലും ആപ്ലിക്കേഷൻ പ്രോഗ്രാം റൺ ചെയ്യുന്ന ഏതെങ്കിലും രീതിയിൽ ഫെയിലായി കഴിഞ്ഞാൽ ആ ഒരു എൻറ്റയർ സിസ്റ്റം തന്നെ ഫെയിൽ ആവാനുള്ള ചാൻസും ഇതിലുണ്ട്, ഈ ഒരു സിമ്പിൾ സ്ട്രക്ചറിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് MS-DOS ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ ഈ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും ബോട്ടം ലെയർ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ലെയർ ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അതായത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഡ്രൈവേഴ്സ്. അതിന് തൊട്ട് മുകളിലായിട്ട് ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്. ദെൻ above we have system programs and above that we have application program. ഇപ്പോൾ ഇവിടെ ഓരോ ലെയറിന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും എന്താ, ഈ ഓരോ ലെയറിനും അതിൻ്റെ ഹാർഡ്വെയർ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡിവൈസ് ഡ്രൈവർ ആയിക്കോട്ടെ, സിസ്റ്റം പ്രോഗ്രാം ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആയിക്കോട്ടെ, ഈ ഏത് ലെയറിനും അതിൻ്റെ ബോട്ടം ലെയറിനെ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഓരോ ഫങ്ഷൻസും അതുപോലെ തന്നെ ഇൻ്റർഫേസസൊന്നും എന്ത് വെൽ സെപ്പറേറ്റഡ് അല്ല എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇത് അതുപോലെ തന്നെ വെൽ പ്രൊട്ടക്റ്റഡ് അല്ല. ഓക്കെ, ഈ ഒരു സിസ്റ്റം നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാം റൺ ചെയ്യുന്നതിൽ ഏതെങ്കിലും രീതിയിൽ ഫെയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു എൻറ്റയർ സിസ്റ്റം തന്നെ ക്രാഷ് ചെയ്യാനുള്ള ചാൻസ് ഇതിലുണ്ട്, ഈ ഒരു സിമ്പിൾ സ്ട്രക്ചറിലുണ്ട്. Next one, monolithic structure, and this a limited structure we have used in earlier Unix operating system, and everything below the system call interface and above the physical hardware is the kernel, and the kernel provides the file system, CPU scheduling, memory management and other operating system functions through the system calls, and many functions combined to a single level, and it is difficult to implement and മെയിൻറ്റെയിൻ. ഇപ്പം മോണോലിത്തിക് സ്ട്രക്ചറാണ് ഇതിലെ സെക്കൻഡ് സ്ട്രക്ചറായിട്ട് പറയുന്നത്. ഇത് നമ്മുടെ MS-DOS എന്ന് പറയുന്ന സിമ്പിൾ സ്ട്രക്ചറായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് യുനിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോളോ ചെയ്ത് ഈ ഒരു മോണോലിത്തിക് സ്ട്രക്ചറാണ്. ഓക്കെ, ഈ ഒരു മോണോലിത്തിക് സ്ട്രക്ചറിൽ നമുക്കൊരു സ്ട്രക്ചർ നമുക്ക് നെക്സ്റ്റ് ഫിഗറിൽ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് സ്ട്രക്ചർ ഓഫ് ദി മോണോലിത്തിക്. അപ്പോൾ ഇവിടെ യൂസർ ലെവൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അതിന് തൊട്ട് താഴെയായിട്ട് യു ഹാവ് ഷെൽസ് ആൻഡ് കമാൻഡ്സ്, കമ്പൈലേഴ്സ് ആൻഡ് ഇൻ്റർപ്രറ്റേഴ്സ്, സിസ്റ്റം ലൈബ്രറീസ്. അപ്പോൾ ഈ സിസ്റ്റം ലൈബ്രറീസ് കഴിയാൻ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റം കോൾ ഇൻ്റർഫേസ് ടു ദി കേർണൽ. അപ്പോൾ ഈ സിസ്റ്റം കോൾ ഇൻ്റർഫേസ് തൊട്ട് കേർണൽ ഇൻ്റർഫേസ് ടു ദി ഹാർഡ്വെയർ, ഇത്രയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഒരു കേർണലായിട്ട് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ ഏറ്റവും ബോട്ടം ലെവൽ നമ്മുടെ ഹാർഡ്വെയർ ആയിട്ട് പറയാം. ഓക്കെ, മെമ്മറി കൺട്രോളേഴ്സ്, ഫിസിക്കൽ മെമ്മറി, ഡിവൈസ് കൺട്രോളേഴ്സ്, ഡിസ്ക്സ് ആൻഡ് ടേപ്സ്, ടെർമിനൽ കൺട്രോളേഴ്സ്, ടെർമിനൽസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടിനും ഇടയിലായിട്ട്, അതായത് സിസ്റ്റം കോൾ ഇൻ്റർഫേസ് ടു ദ കേർണലിനും കേർണൽ ഇൻ്റർഫേസ് ടു ദി ഹാർഡ്വെയറും ഇടയിലായിട്ടാണ് എന്തുള്ളത്, നമ്മുടെ കേർണൽ. ഈ കേർണലിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ്, സിഗ്നൽസ്, ടെർമിനൽ ഹാൻഡ്ലിംഗ്, ക്യാരക്ടർ IO സിസ്റ്റം, ടെർമിനൽ ഡ്രൈവേഴ്സ്, ഫയൽ സിസ്റ്റം, സ്വാപ്പിംഗ് ബ്ലാക്ക്
block IO system, disk and tape drives, CPU scheduling, page replacement, demand paging and virtual memory. ഇതെല്ലാം ഈ ഒരു കേർണലിലുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിന് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ സിസ്റ്റം തന്നെ നമുക്ക് ചേഞ്ച് വരുത്തേണ്ട ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വെർച്വൽ മെമ്മറി ആയിക്കോട്ടെ അല്ലെങ്കിൽ CPU ഷെഡ്യൂളിംഗ് ആയിക്കോട്ടെ, ആ ഒരു എൻറ്റയർ ലെവലിലാണ് ചേഞ്ച് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ എന്തൊക്കെയുണ്ട് അതിനെല്ലാം ആ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഈ ഒരു മോണോലിത്തിക് സ്ട്രക്ചറിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ മെനി ഫങ്ഷൻസ് കമ്പൈൻ ടു എ സിംഗിൾ ലെവൽ. ആ ഒരു സിംഗിൾ ലെവലിലാണ് നിങ്ങൾക്ക് എല്ലാ ഫങ്ഷൻസും കാണാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്നിൽ ചേഞ്ച് വരുത്താമെന്ന് പറയുമ്പോൾ നമുക്ക് ആ മൊത്തത്തിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ചേഞ്ച് എഫക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, and layered approach. Next one is layered approach. Operating system is broken into a number of layers, or we can say levels, and each one built on top of the lower layers. At the bottom layer, that is the layer 0, is the hardware, and the topmost layer, that is the level N, is the user interface, and it simplifies debugging and system verification. That is, the first layer can be debugged without concerning the rest of the system, and once the first layer is debugged, its correct functioning is assumed while the second layer is debugged, and so on. It is easy to implement and debug. ഇപ്പോൾ നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ലെയേർഡ് അപ്രോച്ചാണ്. ഈ ഒരു ലെയേർഡ് അപ്രോച്ചിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ലെയേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽസ് കാണാൻ വേണ്ടി പറ്റും. ഈ ഡിഫറെൻറ്റ് ലെവൽസ് എന്ന് പറയുന്നത് ഒന്നിന് മേലെ ഒന്നായിട്ടാണ് നമ്മളത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ലോവർ ലെയർ എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ്വെയർ ആണ്. അതുപോലെ ഏറ്റവും ടോപ്പ് ലെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂസർ ലെവലായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ലെവലും ഡീബഗ് ചെയ്ത് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ മേലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിൽ അത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ മേലത്തെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ ഒരു എറർ മാത്രം ആ ഒരു ലെവൽ മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും ഈസിയാണ്. Okay, if an error is found during the debugging of a particular layer, the error must be on that layer because the layer below of it is already debugged, and each layer is implemented using only operations provided by lower layers, and a layer does not need to know how these operations implemented. It only needs to know what these operations do, and defined in 6 layers. അപ്പോൾ ഇവിടെ ഓരോ ലെയറും നമ്മൾ പറഞ്ഞു, ഒരു ലെയർ ഡീബഗ് ചെയ്ത് കറക്റ്റ് ആയിട്ടാണ് അതിൻ്റെ മേലെയുള്ള ലെയർ. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള എറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ തൊട്ട് താഴെയുള്ളതെല്ലാം ഓൾറെഡി നമ്മൾ ഡീബഗ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഈസിയാണ്. അപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ താഴെയുള്ള ഓപ്പറേഷൻസിനെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം നമുക്കൊരു ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഫങ്ഷൻസ് മാത്രമേ നമുക്കതിലേക്ക് മേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി അതെല്ലാം നമ്മളതിൻ്റെ താഴെയുള്ള ലെയേഴ്സിൽ ഓൾറെഡി ഡിഫൈൻഡ് ആയിരിക്കണം. ഓക്കെ, അതാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ലെയേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ 5 ലെയേഴ്സ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫസ്റ്റ് 0th ലെവൽ എന്ന് പറയുന്നത് പ്രൊസസ്സർ അലോക്കേഷൻ ആൻഡ് മൾട്ടി പ്രോഗ്രാമിംഗ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മെമ്മറി ആൻഡ് റം മാനേജ്മെൻറ്റ്. തേർഡ് വൺ ഓപ്പറേറ്റർ പ്രോസസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. And fourth one input output and management, and next one user programs, and the other one the operator. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഡിഫറെൻറ്റ് ലെയേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു, കാരണം ഓരോ ലെവൽസ് ഇതിന് തൊട്ട് താഴെയുള്ള ലെവൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് മെമ്മറി മാനേജിനേക്കാളും മുമ്പിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഏതൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെ വേണോ അതൊക്കെ ഓൾറെഡി നമ്മൾ ഓരോ ലെവൽ വൈസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ് ചെയ്യാണ്. ഓക്കെ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും? മെമ്മറി മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. ഓക്കെ, കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഓരോന്നും
ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ലെവൽ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന കാര്യം. അപ്പം ലെവൽ 0 മീൻസ് ഹാർഡ്വെയർ, ലെവൽ 1, ലെവൽ 2 ആൻഡ് ലാസ്റ്റ് ലെവൽ മീൻസ് ഇറ്റ് ഈസ് യൂസർ ഇൻ്റർഫേസ്. And the problems with layered implementation is that they tend to be less efficient than other types. For instance, when a user program executes an IO operation, it executes a system call that is trapped to the IO layer, which calls the memory management layer, which in turn calls the CPU scheduling layer, which is then passed to the hardware. At each layer, the parameters may be modified, the data may need to be passed and so on. And each layer adds overhead to the system call. The net result is a system call that takes longer than does one and a non-layered system. അതായത് നമ്മൾ ഓരോ സിസ്റ്റം യൂസ് ചെയ്യുന്ന ഇത് ലെയേർഡ് അപ്രോച്ച് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നിന് താഴെ ഒന്നായിട്ടാണ് ഓരോ ലെയേഴ്സ് വരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഒരു IO ഓപ്പറേഷൻ്റെ ആണ് വരുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു IO സിസ്റ്റം കോൾ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഓരോ ലെയറിലും ഈ ഒരു സിസ്റ്റം കോൾ കടന്നു പോകും അല്ലേ. അപ്പോൾ ഈ ഓരോ ലെയറിലൂടെയും കടന്നു പോകുക എന്ന് പറയുമ്പോൾ അത് വളരെ ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, അതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം ഒരു നോർമലായിട്ടുള്ള ഒരു നോൺ ലെയർഡ് സിസ്റ്റത്തെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ വരുമ്പോൾ വളരെ ലെസ് എഫിഷ്യൻ്റായിട്ട് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, അത് കൂടുതൽ ഓവർ ഹെഡ് ഇത്തരം ഓരോ ലെയറിലൂടെയും കടന്നു പോകുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഓവർ ഹെഡ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അഡ്വാൻറ്റേജ്, ദ സിംപ്ലിസിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡീബഗിങ്. ദ ലേയേഴ്സ് ആർ സെലക്ടഡ് സോ ദാറ്റ് ഈച്ച് യൂസസ് ഫങ്ഷൻസ് ആൻഡ് സർവീസസ് ഓഫ് ഓൺലി ലോവർ ലെവൽ ലേയേഴ്സ് ആൻഡ് ദിസ് അപ്രോച്ച് സിംപ്ലിഫൈസ് ഡീബഗിങ് ആൻഡ് സിസ്റ്റം വെരിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു ഓരോ ലെവലും ഡീബഗ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലെവലിൽ ഏതെങ്കിലും രീതിയിൽ എറർ വന്നു കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു ലെയറിൽ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഡീബഗ് ചെയ്യാനും സിസ്റ്റം വെരിഫിക്കേഷനും ഈസിയാണ്. അതുപോലെ ഇത് ഓരോ നമ്മൾ സർവീസസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ദ ലെയേഴ്സ് ആർ സെലക്ടഡ് സോ ദാറ്റ് ഈച്ച് യൂസസ് ഫങ്ഷൻസ് ആൻഡ് സർവീസസ് ഓഫ് ഓൺലി ലോവർ ലെവൽ ലെയേഴ്സ്. അതായത് അതിന് തൊട്ട് താഴെയുള്ള ലെയേഴ്സ് ഏതൊക്കെയാണോ അതിൽ സർവീസസും അല്ലെങ്കിൽ ഓപ്പറേഷൻസും മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ ലെയർ സെലക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. Okay, then disadvantage. The main difficulty with this approach involves the careful definition of the layers and it is less efficient than a non-layered system. നമ്മൾ ഓൾറെഡി പ്രോബ്ലത്തിൻ്റെ കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു why we are saying it is less efficient than a non-layered system. അതുപോലെ തന്നെ the main difficulty with this approach involves the careful definition of the layer. എന്താണ് നമ്മൾ careful definition of the layers ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ പറഞ്ഞു ഓരോ ലെയർ ഡിഫൈൻ ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം നോക്കണം, എന്താ ഓരോ ലെയറും അതിൻ്റെ തൊട്ട് താഴെയുള്ള സർവീസസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഫങ്ഷനാണോ വേണ്ടത് റൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിനാവശ്യമായ എല്ലാ ഫങ്ഷൻസും ഓൾറെഡി അണ്ടർലൈൻ ലെയേഴ്സിൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ഡെഫിനിഷനും വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, so that's all about the layered approach. Next one, microkernel structure. This method of structure or the structure structures the operating system by removing all non-essential components from the kernel and implementing them as a system and user level programs. The result is a small kernel. The main function of the microkernel is to provide a communication facility between the client program and the various services that are also running in user space. The communication is provided by message passing. About microkernel means here we have different functions for that. ഇപ്പോൾ മൈക്രോകേർണൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു വേർഡ് മീനിങ്ങിൽ തന്നെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നത് കേർണൽ വളരെ സ്മോൾ ആണ്, സ്മോൾ സൈസ് ആയിട്ടാണ്. നമ്മൾ നേരത്തെ ലേയേർഡ് സ്ട്രക്ചർ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മോണോലിത്തിക്കൊക്കെ പറയുന്ന സമയത്ത് എന്തായിരുന്നു, മോണോലിത്തിക്കിൽ എല്ലാ ഫങ്ഷൻസും ആ ഒരു കേർണലിലായിരുന്നു അല്ലേ, മറ്റാണെങ്കിൽ ഓരോ ലെവൽ വൈസ് ആയിരുന്നു. പക്ഷേ മൈക്രോ കേർണൽ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്, അവിടെ എല്ലാ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസും നമ്മുടെ ഒരു കേർണലിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത് അതൊരു സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സിസ്റ്റം യൂസർ
ലെവൽ പ്രോഗ്രാംസ് ആയിട്ടാണ് ഏത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു നോൺ എസെൻഷ്യൽ കമ്പോണൻസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേർണലിൻ്റെ പാർട്ടായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ കേർണൽ എന്ന് പറയുന്നത് ഒരു സ്മോൾ സൈസ് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടാണത് മൈക്രോ കേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ മൈക്രോ കേർണൽ ഈസ് ടു provide a communication facility between the client program and the various services that are also running in user program. അതായത് ഈ മൈക്രോ കേർണലാണ് ഈ ഒരു കമ്പോണൻസിൻ്റെ കമ്മ്യൂണിക്കേഷന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു മൈക്രോ കേർണലാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഹാർഡ്വെയർ ഉണ്ട്, അതിന് മേലെയായിട്ട് നമുക്ക് എന്ത് പറയാം, കേർണൽ പറയാം. ഈ കേർണലിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് സർവീസസ് വരുന്നത്, അല്ലെങ്കിൽ എസെൻഷ്യൽ കോമ്പോണൻസ് വരുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് സർവീസ്, ഇപ്പോൾ നമ്മുടെ ഒരു ഡിവൈസ് ഡ്രൈവർ ആയിക്കോട്ടെ, വെർച്വൽ മെഷീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള മെമ്മറി മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം ഇതിൻ്റെ മേലെയായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരം കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് വഴിയാണ്, മെസ്സേജ് പാസിംഗ് വഴിയാണ്. ഓക്കെ, അപ്പോൾ മൈക്രോ കേർണലിൽ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് മെസ്സേജ് പാസിംഗ് വഴിയാണ്. ദെൻ ഈ മൈക്രോ കേർണലിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ക്ലയൻറ്റ് പ്രോഗ്രാമിനും ആ ഒരു യൂസർ സ്പേസിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് സർവീസസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മൈക്രോ കേർണലിൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് പറയുന്നത്. ദെൻ ദ മെയിൻ ഫങ്ഷൻ മീൻസ് ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിസം ഫോർ creation and deletion of processes. It provides CPU scheduling, memory management, IO management, and it provides mechanism for inter-process communication. അപ്പോൾ ഇതൊക്കെയാണ് കേർണലിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, example, if a client program wishes to access a file, it must interact with the file server. Okay, the client program and servers never interact directly. They communicate directly by exchanging messages with the microkernel. This kernel, sorry. Okay, that means if a client program wishes to access a file, it must interact with the file server. The client program and service never interact directly. They communicate indirectly by exchanging messages with the microkernel. അപ്പോൾ ഈ മൈക്രോ കേർണലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്ലയൻറ്റ് പ്രോഗ്രാം ഒരു സർവീസായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നില്ല, ബട്ട് ത്രൂ ദിസ് മൈക്രോ കേർണൽ, ഈ ഒരു മൈക്രോ കേർണൽ ത്രൂ ആണിത് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത്. ഓക്കെ, and advantages. One benefit of the microkernel approach is ease of extending the operating system, and all new services are added to user space and consequently do not require modification of the kernel. And when the kernel does have to be modified, the changes tend to be fewer because the microkernel is a smaller kernel and the resulting operating system is easier to port from one hardware device to another. The microkernel also provides more security and reliability since most services are running as user rather than kernel processes. If a service fails, the rest of the operating system remains untouched. നമ്മൾ പറഞ്ഞു ഈ ഒരു മൈക്രോ കേർണലിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു യൂസർ പ്രോഗ്രാം ആയിട്ടാണ് ഈ ഒരു ഫങ്ഷൻസ് എല്ലാം മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും ഈ മൈക്രോ കേർണലിലേക്ക് വരുന്ന ചേഞ്ചസ് വളരെ കുറവായിരിക്കും. കാരണം അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, മോഡിഫിക്കേഷൻ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. മൈക്രോ കേർണൽ എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറിയത് കേർണലാണ്. ഇനി പുതിയതായിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ ന്യൂ സർവീസസ് ആഡ് ചെയ്യണം എന്ന് പറയുമ്പോഴും ഈ ഒരു മൈക്രോ കേർണലല്ല വരുന്നത്, മറിച്ച് അതിൻ്റെ മേലെയുള്ള നമ്മുടെ യൂസർ സ്പേസിലാണ് നമ്മൾ ഇത്തരം സർവീസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴും അത്ര ഡിഫിക്കൽട്ടി തോന്നില്ല. കാരണം നമുക്കൊരു ഡിവൈസിന് വേറെ ഡിവൈസിലേക്ക് നമുക്ക് പോർട്ട് ചെയ്യാന്ന് പറയുന്നതും ഈസി ആയിരിക്കും. ഓക്കെ, മറ്റൊന്ന് നമ്മൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ സെക്യൂരിറ്റിയാണ്. ഇത് കൂടുതൽ സെക്യൂരിറ്റി അതുപോലെ തന്നെ റിലയബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, കാരണം ഈ എല്ലാ സർവീസസും
മെയിനായിട്ട് റൺ ചെയ്യുന്നത് യൂസർ ലെവലിലാണ്, അല്ലെങ്കിൽ യൂസർ ലെവലിലാണ് ഈ കേർണൽ പ്രോസസ്സിനെക്കാട്ടും യൂസർ പ്രോസസ്സാണ് മെയിനായിട്ട് ഇവിടെ എക്സിക്യൂട്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിലുള്ള സർവീസസ് ഫെയിലായി കഴിഞ്ഞാൽ, എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഫെയിലായി കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ അത് കൂടുതലായിട്ടും ബാധിക്കുന്നില്ല. ഓക്കെ, അതാണ് ഇത് മൈക്രോ കേർണലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണ്? മൈക്രോ കേർണൽസ് ക്യാൻ സഫർ ഫ്രം പെർഫോമൻസ് ഡിക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് സിസ്റ്റം ഫങ്ഷൻ ഓവർഹെഡ്. ഈ ഒരു മൈക്രോ കേർണലിൻ്റെ മുകളിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഹാർഡ്വെയർ ഉണ്ട്, അതിന് മേലെ മൈക്രോ കേർണൽ, ഇതിലാണ് നമ്മൾ ഡിഫറെൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഈ എല്ലാം നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മേലെയാണ് അല്ലേ. അപ്പോൾ കൂടുതലായിട്ട് വരിക എന്ന് പറയുമ്പോൾ കൂടുതൽ ഓവർ ഹെഡ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്നത് ഏതിൽ തന്നെയാണ്? മൈക്രോ കേർണലിലാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മൊഡ്യൂൾസ്. The best current methodology for operating system design involves using object-oriented programming techniques to create a modular kernel, and is organized in such a way that a core kernel is surrounded with 7 types of loadable kernel modules that are scheduling classes, file systems, loadable system calls, executable formats, streams modules, miscellaneous device and ബസ് ഡ്രൈവേഴ്സ്. അപ്പോൾ മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത്. അതേ കൺസെപ്റ്റ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഈ ഒരു കറണ്ട് ടെക്നോളജിയിൽ പറയുന്ന സമയത്ത് ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ആയിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേർണൽ നമുക്ക് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഷെഡ്യൂളിംഗ് ക്ലാസ്സസ്. ഓക്കെ, ഇത് നമ്മളൊരു പ്രോഗ്രാമിംഗ് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ വരുന്നതാണ് ഒബ്ജക്ട്സ് ആൻഡ് ക്ലാസ്സസ് അല്ലേ. അപ്പോൾ ഒരു ഓർമ്മിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഷെഡ്യൂളിംഗ് ക്ലാസ്സസ് അത് അതിൻ്റെ ഒരു മൊഡ്യൂളാണ്. നെക്സ്റ്റ് വൺ ഫയൽ സിസ്റ്റംസ്, നെക്സ്റ്റ് ലോഡബിൾ സിസ്റ്റം കോൾസ്, എക്സിക്യൂട്ടബിൾ ഫോർമാറ്റ്സ്, സ്ട്രീംസ് മൊഡ്യൂൾസ്, മിസലേനിയസ് ഡിവൈസ് ആൻഡ് ബസ് ഡ്രൈവേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾസ് എല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോർ കേർണലിൻ്റെ സറൗണ്ടിങ്ങിലായിട്ട് ചുറ്റിലായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കുക. കാരണം ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സോളാറിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇത് കോറായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു കോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ, കോർ കേർണൽ. അതിനായിട്ട് സറൗണ്ടായിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ്? ഷെഡ്യൂളിംഗ് ക്ലാസ്സസ്, ഫയൽ സിസ്റ്റം, ലോഡബിൾ സിസ്റ്റം കോൾസ്, എക്സിക്യൂട്ടബിൾ ഫോർമാറ്റ്സ്, സ്ട്രീം മൊഡ്യൂൾസ്, മിസലേനിയസ് മൊഡ്യൂൾസ്, ഡിവൈസ് ഡ്രൈവേഴ്സ്. അപ്പോൾ 7 മൊഡ്യൂൾസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, then it allows the kernel to provide a core services yet also allows certain features to be implemented dynamically. For example, device and bus drivers for specific hardware can be added to the kernel, and support for different file systems can be added as loadable modules. The overall result resembles a layered structure in that each kernel section has defined protected interfaces, but it is more flexible than a layered system in that any module can call any other module. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഏതൊരു സിസ്റ്റത്തിനെയും ഈ ഒരു കേർണൽ വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏതൊരു മൊഡ്യൂളിനും വേറെ ഏതൊരു മൊഡ്യൂളിനും ഡയറക്റ്റായിട്ട് ആക്സ് ചെയ്യാം. ഒരു ലെയർഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താ? ലെയർഡ് അപ്രോച്ചിൽ നിങ്ങൾക്ക് ഈ ഒരു ലെയർ എടുക്കുകയാണെങ്കിൽ ആ ഒരു അതിൻ്റെ ഇടയിലുള്ള എല്ലാ ഇൻ്റർമീഡിയറ്റ് ലെയേഴ്സിലൂടെയും പാസ് ചെയ്യണം അല്ലേ. ഈ ഒരു മൊഡ്യൂലാർ സ്ട്രക്ചറിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു മൊഡ്യൂളിൽ നിന്നും വേറൊരു മൊഡ്യൂളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഒരു ലെയർഡ് അപ്രോച്ചിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓരോന്നും എന്താണ് സെപ്പറേറ്റ് ഇൻ്റർഫേസസ്, ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇൻ്റർഫേസിനെ കാണാൻ വേണ്ടി പറ്റും. അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ
ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിന് പറയുന്നത്. സിമ്പിൾ സ്ട്രക്ചർ ഉണ്ട്, മോണോലിത്തിക് ഉണ്ട്, അതുപോലെ ലെയർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ മൈക്രോ കേർണൽ എന്തായിരുന്നു? കേർണൽ വളരെ ചെറുതാണ്, അതിന് മേലെയായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ്. അപ്പോൾ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് നടുവിലൊരു കോർ കേർണലും ഉണ്ട്. അപ്പോൾ ഈ കോർ കേർണലും ഈ എല്ലാ 7 മൊഡ്യൂൾസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ മൊഡ്യൂളിനെ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിൽ കോൾ ചെയ്യാം. ഏതൊരു മൊഡ്യൂളിനും വേറൊരു മൊഡ്യൂളായിട്ട് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാം ത്രൂ ദിസ് കോർ. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് സോളാരിസ് ആയിരുന്നു. നേരെ മറിച്ച് മോണോലിത്തിക് യുണിക്സ് ഏർലിയർ യുണിക്സ് സിസ്റ്റം ആണ്. ദെൻ സിമ്പിൾ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ MS-DOSൽ വരുന്നതാണ് ഒരു സിമ്പിൾ സ്ട്രക്ചർ ആയിട്ട് പറയുന്നത്. അപ്പോൾ സിമ്പിൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ആദ്യം നമ്മൾ തുടക്കത്തിൽ നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പോൾ ഫസ്റ്റ് എന്തേ ഉണ്ടാവുള്ളൂ? ഒരു സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കും. അവിടെ നമ്മൾ പഠിച്ചു വരുന്നതുകൊണ്ട് നമ്മൾ നമുക്ക് വെൽ പ്രൊട്ടക്റ്റഡ് അല്ല, വെൽ ഡിഫൈൻഡ് അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ഓർത്തു വെക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.